ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ അറിയിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കാം. സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഒടുവിൽ വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. യെസ്, റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ആദ്യ വിജയമാണ്. നമുക്കറിയാം, ആദ്യ 2 മത്സരവും വലിയ തോതിലാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ CSKക്കെതിരെ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒക്കെ മികച്ച പ്രകടനമാണ് RR കാഴ്ചവെച്ചതെന്നുള്ള കാര്യം എടുത്തു പറയണം. പക്ഷേ CSK അവസാനം വരെ പൊരുതി നോക്കിയിട്ടുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണിക്കൊക്കെ ഒടുവിൽ ഫിനിഷ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സന്ദീപ് ശർമ്മ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കുകയായിരുന്നു. ഏതായാലും ഭാഗ്യവും രാജസ്ഥാൻ റോയൽസിന്റെ പക്ഷത്തായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു ആവേശം നിറഞ്ഞ ത്രില്ലർ പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഒടുവിൽ രാജസ്ഥാൻ റോയൽസ് 6 റൺസിനാണ് CSK പരാജയപ്പെടുത്തിയിരിക്കുന്നതും. IPL 2025 രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ വിജയമായിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ RRന് ആശ്വസിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട്. യെസ്, വൺ ഓഫ് ദ മോസ്റ്റ് റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് ജോഫ്ര ആർച്ചർ. എന്തൊരു കിടിലം ബൗളിംഗ് പ്രകടനമാണ് ആർച്ചർ ഇന്ന് നടത്തിയിട്ടുള്ളത്. ശരിയാണ്, അദ്ദേഹം ഒരു വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ എക്കണോമി നോക്കണം, അദ്ദേഹം വാങ്ങിയിട്ടുള്ള റൺസ് ഒന്ന് പരിശോധിക്കണം. യെസ്, ജോഫ്ര ആർച്ചർ ഇസ് ബാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. വാനിന്ദു ഹസരംഗ, യെസ്, അദ്ദേഹത്തിന്റെ പേര് പറയാതെ ഈ ഒരു വീഡിയോ നമുക്ക് ഒരിക്കലും പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല. 4 ഓവറുകൾ പന്തെറിഞ്ഞിട്ട് വെറും 35 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് 4 വിക്കറ്റുകളാണ് CSKക്കെതിരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വാനിന്ദു ഹസരംഗ വീഴ്ത്തിയിട്ടുള്ളത്. ഹസരംഗയ്ക്കെതിരെ ഏതെങ്കിലും ഒരു താരം സിക്സർ വായിച്ച പിന്നീട് അടുത്ത പന്തിൽ തന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കുന്ന ഹസരംഗയുടെ ഒരു രസകരമായിട്ടുള്ള കാഴ്ച കൂടി നമ്മൾ ഈ ഒരു മത്സരത്തിനിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കളിയിലെ സ്കോർ കാർഡിലേക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നിതീഷ് റാണയുടെ ആ ഒരു പൊളിച്ചെടുക്കലിന്റെ ബാറ്റിംഗ് പ്രകടനത്തിന് തന്നെയാണ്. അതെ, നിതീഷ് റാണ കൂടി 1 ഡൗൺ പൊസിഷനിൽ ഫോം ആയത് RRനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗിൽ ഒരല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. മറുപടി ബാറ്റിംഗിൽ CSKക്ക് 176 റൺസിലേക്ക് എത്താനാണ് സാധിച്ചത്. തീർച്ചയായിട്ടും അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പ്രകടനം തന്നെയാണ് അത്രയെങ്കിലും റൺസിലേക്ക് അവരെത്താൻ സഹായിച്ചിട്ടുള്ളതും. അവസാനം വന്ന് MS ധോണിയും രവീന്ദ്ര ജഡേജയും ഒക്കെ ഒരു പരിശ്രമം നടത്തി നോക്കിയെങ്കിൽ കൂടി വിജയത്തിന് തൊട്ടരികിൽ വരെ എത്തിക്കാൻ മാത്രമേ അവർക്കും സാധിച്ചുള്ളൂ. ഏതായാലും 183 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കം മുതൽ തന്നെ അടിതെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ഓവറിൽ തന്നെ മികച്ച ഫോമിലുള്ള ഓപ്പണർ രജിൻ രവീന്ദ്രയെ ജോഫ്ര ആർച്ചർ സംപൂജനാക്കി മടക്കുകയായിരുന്നു. പിന്നീട് രാഹുൽ ത്രിപാഠിയും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്ന് പവർ പ്ലേയിൽ 42 റൺസിലേക്കെങ്കിലും CSK എത്തിച്ചെങ്കിൽ കൂടി പവർ പ്ലേക്ക് തൊട്ടു പിന്നാലെ തന്നെ സ്പിന്നർമാരെ പന്തെറിയാൻ വിളിച്ച റിയാൻ പരാഗിന്റെ ആ ഒരു മിടുക്കിനും കൈയടിക്കണം. 19 പന്തുകളിൽ 23 റൺസ് അടിച്ച ത്രിപാഠിയെ ഹസരംഗയാണ് മടക്കുന്നത്. ഏതായാലും സ്പിന്നർമാരെ നേരിടാൻ CSK 4-ാം നമ്പറിൽ ശിവൻ ദുബെ ഇറക്കിയെങ്കിൽ കൂടി അതും ഫലവത്താവുന്നില്ല. ഹസരംഗയ്ക്കെതിരെ 4ഉം 6ഉം ഒക്കെ പറത്തി ഭീഷണി ഉയർത്തിയ ശിവൻ ദുബയെ തൊട്ടടുത്ത പതിൽ തന്നെ ഹസരംഗ തന്നെ വീത്തുന്ന മനോഹര കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. 10 പന്തുകളിൽ 18 റൺസാണ് ദുബെ എടുത്തിട്ടുള്ളത്. ദുബെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഒരു പറക്കുന്ന ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു സൂപ്പർബ് ക്യാച്ച് തന്നെയായിരുന്നു. ഏതായാലും രവീന്ദ്ര ജഡേജയെ കൂട്ടുപിടിച്ചുകൊണ്ട് തുടർന്ന് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് 14-ാമത്തെ ഓവറിൽ CSK 100 കടത്തിയെങ്കിൽ കൂടി പിന്നാലെ 37 പന്തുകളിൽ ഋതുരാജ് തന്റെ അർദ്ധ സെഞ്ചുറിയും തികയ്ക്കുന്ന കാഴ്ച. യെസ്, ക്യാപ്റ്റൻ തന്റെ റോൾ ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് തന്നെ കളിച്ചു എന്ന് പറയാമെങ്കിൽ കൂടി അദ്ദേഹത്തിന് വിജയത്തിലേക്ക് മാത്രം CSK കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒടുവിൽ രവീന്ദ്ര ജഡേജയും MS ധോണിയും ചേർന്നുകൊണ്ട് ഒരു നല്ല പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു. കളിയിലെ ഏറ്റവും അവസാനത്തെ ഓവറിൽ 20 റൺസായിരുന്നു CSKക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. സ്ട്രൈക്കിലുണ്ടായിരുന്നതാവട്ടെ സാക്ഷാൽ MSDയും. സന്ദീപ് എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്ത് വൈഡാവുന്നു. വീണ്ടും എറിഞ്ഞ പന്തിൽ സിക്സറിന് ശ്രമിച്ച MSDയെ ബൗണ്ടറിയിൽ നിന്നും ഹെറ്റ്മേർ ഒരു പറക്കുന്ന ക്യാച്ചിലൂടെ പിടികൂടുന്ന കാഴ്ച, അതും ഒരു കിടിലൻ ക്യാച്ച് ആയിരുന്നു. ആ ഒരു ഓവറിലെ 4-ാമത്തെ പന്തിൽ ഓർട്ടന്റെ വക ഒരു കിടിലൻ സിക്സറൊക്കെ നമ്മൾ കണ്ടെങ്കിൽ കൂടി അതും CSK വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ മതിയാവുമായിരുന്നില്ല. ഏതായാലും 6 റൺസിന്റെ കിടിലൻ വിജയം രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുമ്പോൾ ഒരു ത്രില്ലർ പോരാട്ടത്തിനൊടുവിലാണ് രാജസ്ഥാൻ റോയൽസ് CSK വീഴ്ത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.